എന്താണ് സെറിബ്രൽ പാൽസി? ഒരു കുഞ്ഞിൻ്റെ തലച്ചോറിന് ഏതെങ്കിലും വിധത്തിൽ ഒരു തകരാർ സംഭവിച്ചാൽ കുഞ്ഞിൻ്റെ പേശികളിലെ ഏകോപന ശക്തിയും ചലനശക്തിയും അതിൻ്റെ ഭാവവും മാറി കുഞ്ഞിന് നടക്കാൻ കഴിയില്ല, കുഞ്ഞിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വരിക, കൈകാലുകൾ ചലിപ്പിക്കാൻ കഴിയാതെ വരിക. ഈ അവസ്ഥകളെയാണ് നമ്മൾ സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത്. ഈ സെറിബ്രൽ പാൽസി വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കണ്ടുവരാറുള്ളത് ഒന്നുകിൽ ഇതോടൊപ്പം തന്നെ കേൾവിക്കുറവ് സംഭവിക്കുക, കാഴ്ചക്കുറവ് ഉണ്ടാവുക, ബുദ്ധിമാന്ദ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. ഓരോ കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ഇതിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ചലനശേഷി നഷ്ടപ്പെടുക. അതായത് ഒന്നുകിൽ കുഞ്ഞിൻ്റെ രണ്ട് കാലും അനക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ ചലനശേഷി ഇല്ലാണ്ടാവുക, രണ്ട് കൈയും ചലനശേഷി ഇല്ലാണ്ടാവുക, അല്ലെങ്കിൽ ശരീരത്തിനൊരു ഭാഗം ഭാഗികമായി തളർന്നു പോവുക. ഇതൊക്കെയാണ് സെറിബ്രൽ പാൽസിയുടെ മുഖ്യ ലക്ഷണങ്ങളായി നമുക്ക് കണ്ടുവരാറുള്ളത്. ഒരു കുഞ്ഞിന് 4 മാസമാകുമ്പോൾ കഴുത്തുറക്കേണ്ടതാണ്. എന്നാൽ കുഞ്ഞിന് 4 മാസമായിട്ടും 6 മാസമായിട്ടും കഴുത്തുറച്ചില്ല എങ്കിൽ അത് സെറിബ്രൽ പാൽസിയുടെ ആദ്യത്തെ സൈനായി നമുക്ക് എടുക്കാം. ഒരു കുഞ്ഞ് ഒരു സപ്പോർട്ടും ഇല്ലാണ്ട് തനിയെ ഇരിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് 8ാമത്തെ മാസമാണ്. ആ 8ാമത്തെ മാസമായിട്ടും കുഞ്ഞ് സപ്പോർട്ട് ഇല്ലാണ്ട് ഇരിക്കുന്നില്ല എങ്കിൽ അതും ഒരു ലക്ഷണമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, 13 മാസമാകുമ്പോഴേക്കും കുഞ്ഞ് നടക്കേണ്ടതാണ്. 1.5 വയസ്സാകുമ്പോഴും 2 വയസ്സാകുന്നത് വരെയും കുഞ്ഞ് നടക്കാതെ വന്നാൽ ഇതെല്ലാം സെറിബ്രൽ പാൽസിയുടെ ലക്ഷണമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാവുന്നതാണ്. ഇതിന് ഫലപ്രദമായൊരു ചികിത്സയുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. എന്നാൽ ആയുർവേദത്തിലൂടെ ഇതിന് ഒരു പരിധിവരെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും എന്ന് തന്നെ പറയാം. ആയുർവേദത്തിലെ തലപ്പൊതിച്ചിൽ, തക്രധാര, ശിരോവസ്തി, ഉഴിച്ചിൽ എന്നിവയിലൂടെ എല്ലാം നമുക്ക് ഇതിനെ ഒരു പരിധിവരെയും നേരെയാക്കുവാനായിട്ട് കഴിയാവുന്നതാണ്. ശരിയായ സമയത്ത് ശരിയായ ആയുർവേദ രീതിയിൽ ചികിത്സകൾ ചെയ്തു വന്നാൽ ഒരു 80% വരെ കുട്ടിയെ റിക്കവർ ചെയ്യിപ്പിച്ചുകൊണ്ട് വരുവാൻ നമുക്ക് സാധിക്കുന്നതാണ്.